നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് ചിലർ മാത്രം സമ്പന്നരാകുന്നതും മറ്റു ചിലർ കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളിൽ പലരും സ്വയം ചോദിച്ചിട്ടുണ്ടാകും. കോടീശ്വര മനസ്സിൻ്റെ രഹസ്യങ്ങൾ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന സീക്രട്സ് ഓഫ് ദി മില്യനെയർ മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ കനേഡിയൻ ബിസിനസ്സുകാരനും മോട്ടിവേഷണൽ ട്രെയിനറുമൊക്കെയായ ടി ഹാർവേക്കർ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നു. ധനസമ്പാദനത്തിൻ്റെയും അത് കൈകാര്യം ചെയ്യുന്ന രീതിയുടെയും പിന്നിലുള്ള മനഃശാസ്ത്രം വിശകലനം ചെയ്തുകൊണ്ട് ഇതുവരെ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ ഇതായിരിക്കാം. 1954 കാനഡയിലെ ടൊറൻറ്റോയിൽ ജനിച്ച ഹാർവേക്കർ നന്നേ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഏതാണ്ട് 20 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോയി. അവിടെ പലവിധ ബിസിനസ്സുകളിലും ഏർപ്പെട്ടു. ബിസിനസ്സിലൂടെ കോടികൾ സമ്പാദിച്ചെങ്കിലും മിസ്മാനേജ്മെൻറ്റ് മൂലം അവയെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഈ ദുരനുഭവം സമ്പന്നരുടെ ധനസമ്പാദന രീതികൾ വിശകലനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഈ വിശകലനത്തിലൂടെ പഠിച്ച പാഠങ്ങൾ പ്രയോഗത്തിൽ വരുത്തിയപ്പോൾ വെറും 2.5 വർഷത്തിനുള്ളിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം വീണ്ടും കോടീശ്വരനായി മാറി. വിജയത്തിൻ്റെ ആ രഹസ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹാർവേക്കർ പറയുന്നു, നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. എല്ലാ സമ്പന്ന പ്രവർത്തികൾക്ക് പിന്നിലും സമ്പന്ന ചിന്തകളും ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഉപബോധ മനസ്സിൽ ഉള്ള മണി ബ്ലൂ പ്രിൻറ്റ് അഥവാ ധനരൂപരേഖയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മുടെ എല്ലാം സാമ്പത്തിക ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ ധനരൂപരേഖയാണ്. ഈ ധനരൂപരേഖ വിജയം ലക്ഷ്യമാക്കി സെറ്റ് ചെയ്ത് വച്ചില്ല എങ്കിൽ പണസംബന്ധമായി ബാഹ്യമായി ലഭിക്കുന്ന അറിവുകളും പ്രവൃത്തികളുമൊന്നും കാര്യമായ പ്രയോജനം ചെയ്യുന്നില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് വിജയം ലക്ഷ്യമാക്കിയുള്ള ഒരു ധനരൂപരേഖ ഉണ്ടാക്കുകയാണ്. ഈ പുസ്തകത്തിൽ നിന്നും നാം പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നമുക്കും അത്തരമൊരു ധനരൂപരേഖ ഉണ്ടാക്കാം എന്ന് ഹാർവേക്കർ സ്ഥാപിക്കുന്നു. 2 ഭാഗങ്ങളുള്ള ഈ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്ത് എന്താണ് ഈ ധനരൂപരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നും ഹാർവേക്കർ വിശദീകരിക്കുന്നു. ഇനി എന്താണ് ഈ ധനരൂപരേഖയെന്നും അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നും ഒരു ഉദാഹരണത്തിലൂടെ ഹാർവേക്കർ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നാം ഒരു വീട് പണിയുകയാണെങ്കിൽ അതിനുവേണ്ടി മുൻകൂട്ടി നാം ഒരു രൂപരേഖ തയ്യാറാക്കില്ലേ? ആ വീടിനെ സംബന്ധിച്ച് മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു പ്ലാനാണത്. അതുപോലെ പണസംബന്ധമായി നമ്മുടെ എല്ലാം ഉള്ളിൽ മുൻകൂട്ടി സെറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ധനരൂപരേഖ എന്നത്. നമ്മുടെ തോട്ട്സ്, അതായത് ചിന്തകൾ, ഫീലിങ്സ് അഥവാ വൈകാരിക അനുഭവങ്ങൾ, ആക്ഷൻസ് അഥവാ പ്രവൃത്തികൾ, ഇവയെല്ലാം ഈ ധനരൂപരേഖയിൽ സംയോജിതമായി അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ വൈകാരിക അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു, വൈകാരിക അനുഭവങ്ങൾ പ്രവൃത്തികളിലേക്ക് നയിക്കുന്നു. ഈ പ്രവൃത്തിയാണ് അതിൻ്റെ ഫലമായി രൂപാന്തരം പ്രാപിക്കുന്നത്. ഇനി ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നുവെന്നും ഒരാൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ട് ചിന്തിക്കുന്നുവെന്നും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മനസ്സിൻ്റെ അറകളിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രോഗ്രാംസ് അഥവാ വിവരങ്ങളുടെ ഫയലുകളിൽ നിന്നാണ് ഈ ചിന്തകൾ ഉടലെടുക്കുന്നത്. 3 രീതിയിലാണ് ഈ പ്രോഗ്രാമിംഗ് നടക്കുന്നത്. 1 വെർബൽ പ്രോഗ്രാമിംഗ് അഥവാ വാമൊഴിയായ പ്രോഗ്രാമിംഗ്, 2 മോഡലിംഗ് അഥവാ മാതൃക, 3 സ്പെസിഫിക് ഇൻസിഡൻസ് അഥവാ കൃത്യമായ സംഭവവികാസങ്ങൾ എന്നിവയാണ് ആ 3 രീതിയിൽ. അതായത് കുടുംബത്തിലെയും സമൂഹത്തിലെയും ഒരു അംഗമെന്ന നിലയിൽ നാം നമ്മുടെ ബാല്യത്തിൽ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ 3 തലങ്ങൾ. നാം നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിലൊരു തെറ്റ് നാം കാണുന്നു. ആ തെറ്റ് ആ പ്രിൻ്റ് ഔട്ടിൽ വേണമെങ്കിൽ നമുക്ക് തിരുത്താം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പ്രിൻ്റ് ഔട്ടിൽ തിരുത്തലുകൾ വരുത്തിയാൽ വീണ്ടും എടുക്കുന്ന പ്രിൻ്റുകളിലും ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ തെറ്റ് സ്ഥിരമായി ഇല്ലാതാക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് നാം നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുക എന്നുള്ളതാണ്. അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മൾ തിരുത്തലുകൾ വരുത്തുന്നത് പോലെ നമ്മുടെ മുമ്പ് സൂചിപ്പിച്ച ഈ പ്രോഗ്രാമിൽ
തിരുത്തലുകൾ വരുത്തുക എന്നുള്ളതാണ് റിസൾട്ട് മാറ്റുന്നതിനുള്ള ആദ്യ സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഈ മണി ബ്ലൂ പ്രിൻ്റ് അഥവാ ധനരൂപരേഖ രൂപം കൊള്ളുന്നത് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇത് നമ്മുടെ ഭാവി ജീവിതത്തിൽ യാന്ത്രിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തികമായി നാം വിജയിക്കണമെങ്കിൽ ഈ ധനരൂപരേഖ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അതിനായി നാം ഈ പ്രോഗ്രാം റീപ്രോഗ്രാം ചെയ്യണം. അതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുകയാണ് ഹാർവേക്കർ ഈ പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിൽ. ഈ റീപ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായി പാവപ്പെട്ടവരിൽ നിന്നും ഇടത്തരക്കാരിൽ നിന്നും വ്യത്യസ്തമായി സമ്പന്നർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന 17 വഴികൾ ഈ പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്ത് ഹാർവേക്കർ നൽകുന്നു. ഈ 17 വ്യത്യാസങ്ങളെ 17 വെൽത്ത് ഫയൽസായി അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നു. വെൽത്ത് ഫയൽ നമ്പർ 1, നമ്മുടെ ജീവിതം നാം സൃഷ്ടിക്കുന്നുവെന്ന് സമ്പന്നർ വിശ്വസിക്കുമ്പോൾ ജീവിതയാത്രയ്ക്കിടയിൽ എല്ലാം വന്നു ഭവിക്കുന്നുവെന്ന് പാവപ്പെട്ടവർ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ജീവിതം നമ്മുടെ കൺട്രോളിലാണെന്നാണ് സമ്പന്നർ വിശ്വസിക്കുന്നത്. എന്നാൽ ജീവിതയാത്രയ്ക്കിടയിൽ എല്ലാം ആകസ്മികമായി വന്നു ഭവിക്കുന്നു എന്ന് പാവപ്പെട്ടവർ വിശ്വസിക്കുന്നതിനാൽ പണസമ്പാദനത്തിൻ്റെ കാര്യത്തിലും നമുക്ക് യാതൊരു കൺട്രോളുമില്ല എന്ന് പാവപ്പെട്ടവർ വിശ്വസിക്കുന്നു. ഫയൽ നമ്പർ 2, സമ്പന്നർ പണമിടപാടുകൾ നടത്തുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പാവപ്പെട്ടവർ തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പണമിടപാടുകൾ നടത്തുന്നത്. വെൽത്ത് ഫയൽ നമ്പർ 3, സമ്പന്നർ അങ്ങനെ ആയിത്തീരാൻ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നു. എന്നാൽ പാവപ്പെട്ടവർ സമ്പന്നരാകാൻ ആഗ്രഹിക്കുക മാത്രം ചെയ്യുന്നു. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. വെൽത്ത് ഫയൽ നമ്പർ 4, സമ്പന്നർ പണസമ്പാദന കാര്യത്തിൽ വിശാല ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ പാവപ്പെട്ടവർ ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ്. വെൽത്ത് ഫയൽ നമ്പർ 5, സമ്പന്നർ പണസമ്പാദനത്തിനായി തങ്ങൾക്ക് ലഭിക്കാവുന്ന അവസരങ്ങളിൽ ശ്രദ്ധ ഊന്നുമ്പോൾ പാവപ്പെട്ടവരുടെ ശ്രദ്ധ തടസ്സങ്ങളിലാണ്. വെൽത്ത് ഫയൽ നമ്പർ 6, സമ്പന്നർ മറ്റ് ധനികരെയും വിജയികളെയും അഭിനന്ദിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കുന്നില്ല. എന്നാൽ പാവപ്പെട്ടവർ അങ്ങനെയുള്ളവരെ വെറുപ്പോടെയാണ് കാണുന്നത്. വെൽത്ത് ഫയൽ നമ്പർ 7, സമ്പന്നർ ഇടപഴകുന്നത് വിജയികളോടും ശുഭാപ്തി വിശ്വാസികളോടുമാണെങ്കിൽ പാവപ്പെട്ടവർ ഇടപഴകുന്നത് പരാജിതരോടും നെഗറ്റീവ് ചിന്താഗതിക്കാരുമായ ആളുകളോടാണ്. പരിഹാരമാർഗ്ഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തടസ്സങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെയാണ് നെഗറ്റീവ് ചിന്താഗതിക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വെൽത്ത് ഫയൽ നമ്പർ 8, പണസമ്പാദനത്തിനായി സ്വയം പ്രൊമോട്ട് ചെയ്യാൻ സദാ സന്നദ്ധരായി വിപണനത്തിൽ ഏർപ്പെടുന്നവരാണ് സമ്പന്നർ. എന്നാൽ പാവപ്പെട്ടവർ പ്രൊമോഷനെയും വിപണനത്തെയും കുറിച്ച് നെഗറ്റീവ് ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നു. പൈസ മാത്രം ആഗ്രഹിക്കുന്നവരായി ഇങ്ങനെയുള്ളവരെ പാവപ്പെട്ടവർ മുദ്രകുത്തുന്നു. വെൽത്ത് ഫയൽ നമ്പർ 9, തങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ ശക്തരാണ് തങ്ങളെന്ന് സമ്പന്നർ വിശ്വസിക്കുമ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തങ്ങൾ ചെറുതാണെന്ന് പാവപ്പെട്ടവർ വിശ്വസിക്കുന്നു. വെൽത്ത് ഫയൽ നമ്പർ 10, പണസമ്പാദനത്തിനായി നല്ല രീതികൾ സ്വീകരിക്കുന്നതിൽ സമ്പന്നർ ഒട്ടും മടി കാണിക്കുന്നില്ല. എന്നാൽ നല്ല രീതിയിലുള്ള പണസമ്പാദനത്തോട് പോലും പാവപ്പെട്ടവർ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു. തങ്ങൾക്ക് ലഭിക്കുന്നതിനെല്ലാം തങ്ങൾ അർഹരാണെന്ന് സമ്പന്നർ ചിന്തിക്കുമ്പോൾ പാവപ്പെട്ടവർ കരുതുന്നത് തങ്ങൾക്ക് ലഭിക്കുന്നതിന് തങ്ങൾക്ക് അർഹത ഇല്ല എന്ന്. വെൽത്ത് ഫയൽ നമ്പർ 11, തങ്ങളുടെ പ്രവൃത്തിയുടെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ് സമ്പന്നർ. എന്നാൽ പാവപ്പെട്ടവരാകട്ടെ ജോലി ചെയ്ത സമയദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നു. വെൽത്ത് ഫയൽ നമ്പർ 12, സമ്പന്നർ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി എല്ലാ സാധ്യതകളും പരിഗണിക്കുന്നു. എന്നാൽ പാവപ്പെട്ടവരാകട്ടെ പരിമിതമായ സാധ്യതകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. സമ്പന്നർ ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നു. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ മാനേജ് ചെയ്യാൻ കഴിയൂ എന്ന് പാവപ്പെട്ടവർ വിശ്വസിക്കുന്നു. വെൽത്ത് ഫയൽ നമ്പർ 13, സമ്പന്നർ തങ്ങളുടെ ആസ്തിയുടെ മൊത്തം മൂല്യം കണക്കിലെടുക്കുമ്പോൾ പാവപ്പെട്ടവർ തങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രം കണക്കിലെടുക്കുന്നു. വെൽത്ത് ഫയൽ നമ്പർ 14, സമ്പന്നർ പണം നല്ല രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവർ പണം മിസ്മാനേജ് ചെയ്യുന്നു. വെൽത്ത് ഫയൽ നമ്പർ 15, സമ്പന്നർക്ക് വേണ്ടി പണം കഠിനാധ്വാനം ചെയ്യുമ്പോൾ പാവപ്പെട്ടവർ പണത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. വെൽത്ത് ഫയൽ നമ്പർ 16, സമ്പന്നർ ഭയത്തെ അവഗണിച്ച് പ്രവർത്തിക്കുന്നു. ഇതിനർത്ഥം അവർക്ക് ഭയമൊട്ടുമില്ലെന്നുള്ളതല്ല. സമ്പന്നനാകാനുള്ള ആഗ്രഹത്തിന് തടസ്സമുണ്ടാക്കുന്നതിനെ
ഭയത്തെ അവർ അനുവദിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ സമ്പന്നനാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിന്നും പാവപ്പെട്ടവനെ അവൻ്റെ ഭയം തടയുന്നു. ആൻഡ് ഫൈനലി വെൽത്ത് ഫയൽ നമ്പർ 17. സമ്പന്നർ നിരന്തരമായി പഠിക്കുകയും അതിനനുസരിച്ച് വളരുകയും ചെയ്യുന്നു. എന്നാൽ തങ്ങൾക്കിപ്പോൾ തന്നെ എല്ലാം അറിയാമെന്ന ചിന്ത പാവപ്പെട്ടവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നു. തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വളരാൻ കഴിയുക? കാരണം അവർ പുതുതായി ഒന്നും പഠിക്കുന്നില്ല. പരിമിതമായ വിശ്വാസങ്ങളുടെ തടവറയിലാണ് അങ്ങനെയുള്ളവർ ജീവിക്കുന്നത്. ഈ 17 വെൽത്ത് ഫയലുകളുടെ വിശദീകരണത്തിനിടയിൽ പലതവണ സമ്പന്നർ, പാവപ്പെട്ടവർ എന്നീ വാക്കുകൾ ഹാർവേക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു വിഭാഗം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതോ മോശമോ ആണെന്ന അർത്ഥത്തിലല്ല അദ്ദേഹം ഇവിടെ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ലോകത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും ഉണ്ടെന്നുള്ള സത്യം വിളിച്ചു പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അവരുടെ ചിന്താഗതികളെ മനഃശാസ്ത്രപരമായി അപഗ്രഥിക്കുക മാത്രമാണ് ഹാർവേക്കർ ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന തത്വങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം പൂർണ്ണമായി മാറുമെന്ന് ഹാർവേക്കർ വിശ്വസിക്കുന്നു. വിജയത്തിൻ്റെ അല്ലെങ്കിൽ ശരാശരിയുടെ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയുടെ മൂലകാരണം നമ്മൾക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറി തുടങ്ങും. ബാല്യകാല സ്വാധീനങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ധനരൂപരേഖയെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ സ്വാധീനങ്ങൾ സ്വയം പരാജയപ്പെടുത്തുന്ന ചിന്തകളായി എങ്ങനെ മാറുമെന്നും നമ്മൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ പുസ്തകം വെറുതെ വായിച്ചു തള്ളരുത്. നമ്മളുടെ ജീവിതം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഈ പുസ്തകം പഠിക്കുക. എന്നിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്നത് പ്രയോഗത്തിൽ വരുത്തുക, കഴിയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുക. പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്തതിനെ ഉപേക്ഷിക്കുക. നിങ്ങൾ തികച്ചും സമ്പന്നനും സന്തുഷ്ടനുമാണെന്ന് കരുതുന്നെങ്കിൽ ഈ പുസ്തകം വായിക്കണമെന്നില്ല. അങ്ങനെയല്ലാത്തവരെ ഇതിൽ പറയുന്ന സാധ്യതകൾ പരിഗണിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കാരണം ഈ പുസ്തകത്തിൽ പറയുന്ന തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്തിയതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം മാറ്റിമറിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ പങ്കുവച്ച അറിവുകൾ പ്രയോജനകരമെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.